നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ക്രൈബസ് പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു CMYK ആയിട്ട് കളറായിട്ട് പ്രിൻറ്റിന് പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം എന്തായാലും ഒരു ഇമേജിനെ ആഡ് ചെയ്യാം. നമുക്കൊരു ഇമേജ് ഇവിടെ വരച്ചു കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു ഇമേജിനെ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇമേജ് ഇവിടെ ചേർത്തു. ഇനി അടുത്തതായി ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് വരക്കുന്നു. അതിൽ ചെറിയൊരു കണ്ടൻറ്റിനെ ഞാനിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോക്സൊക്കെ ആക്കും. അപ്പോൾ ഇതിന് ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഞാൻ മുമ്പത്തെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ട്. വിൻഡോയിൽ പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കളർ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്കതിന് വേണമെങ്കിൽ ഫിൽ കളർ, ഏതെങ്കിലും ഒരു ഫിൽ കളർ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ സിയാൻ കളർ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫിൽ കളർ വന്നു. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് മുട്ടിക്കിടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്തിട്ട് കണ്ടൻറ്റ് പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ കോളം ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് വേണ്ടി ടോപ്പ് നമുക്ക് മിഡിൽ കൊടുത്താൽ അപ്പോൾ താഴത്ത് മുകളിലൊരു ഗ്യാപ്പ് കിട്ടും. അതുപോലെ തന്നെ ടോപ്പ് ലെഫ്റ്റ് ഉണ്ടോ, ലെഫ്റ്റ് നമുക്കൊരു 2 mm അല്ല 1 mm ഗ്യാപ്പ് കൊടുക്കാം. റൈറ്റ് നമുക്ക് 1 mm ഗ്യാപ്പ് കൊടുക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നോക്കി മനസ്സിലാവും. കണ്ടോ, അപ്പോൾ ആ ഗ്യാപ്പ് കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് 2 കൊടുക്കാമെന്ന്, 2 വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ കിട്ടി. ഇനി നമുക്ക് പ്രിൻറ്റിൻ്റെ, ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. പ്രിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് CMYKയിലാണല്ലോ ഔട്ട് പോകുക. അപ്പോൾ നമുക്ക് CMYK ഇതിന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഫയലിലൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇത് ഇഗ്നോർ എറർ കൊടുക്കുക. എന്താ എറർ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ വന്നാൽ ഇതാണ് പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ 100% എന്നുള്ളത് വേണമെങ്കിൽ 150% ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇത് ആക്ച്വൽ PDF-ൻ്റെ സൈസാണ് കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കളർ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ സെപ്പറേഷൻ നെയിം സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് വേണമെങ്കിൽ എനിക്ക് ബ്ലാക്ക് ഓഫ് ചെയ്യാം. ബ്ലാക്ക് ഓഫ് ചെയ്താൽ കണ്ടോ, ബ്ലാക്ക് മൊത്തം അതിൽ നിന്ന് പോയി. ഓക്കെ, ബ്ലാക്ക് മൊത്തം അതിൽ നിന്ന് പോയി. ഇനി യെല്ലോ ഓഫ് ചെയ്ത് യെല്ലോ മൊത്തം പോവും. മജന്ത, ഇപ്പോൾ സിയാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഓരോ കളറും നമുക്ക് ഓഫ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ സിയാൻ ഓഫ് ചെയ്തുകൊണ്ട് താഴെ സിയാൻ മാത്രമാണ് കൊടുത്തിരുന്നത്, അത് പോയി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്ന എവിടെ വെച്ചാൽ ചില ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബ്ലാക്ക് നിറത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് അവിടെ നിന്ന് പോയില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ തന്നെ നോക്കൂ, ബ്ലാക്ക് ഓഫ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഒന്നും പോകുന്നില്ല. അത് വെറും ബ്ലാക്ക് ആണെങ്കിലോ ടെക്സ്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബ്ലാക്കിന് തന്നെ പല കളറുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പ്രിൻറ്റ് വരുമ്പോൾ പ്രശ്നം, ഒരു പ്രിൻറ്റ് വന്നു, അതിന് പിന്നാലെ അടുത്ത പ്രിൻറ്റ്, ഓരോ കളറാണ് പ്രിൻ്റ് അടിച്ചു. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഫോൺ പ്രിൻ്റ് വൃത്തികേടാവും. കാരണം ഒരു അക്ഷരത്തിന് നമുക്ക് അടുത്ത അക്ഷരം കയറി പോകുമ്പോൾ അത് മൾട്ടിപ്പിൾ കളർ വരുമ്പോൾ അത് വൃത്തികേടാവും. വെറും ബ്ലാക്ക് ആണെങ്കിൽ കൃത്യമായിട്ട് പ്രിൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിൽ വെറും ബ്ലാക്ക് മാത്രമുള്ള നമുക്ക് അതിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നോക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ നീലയുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നീല എന്നല്ല, ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഒരു ടെക്സ്റ്റ് ഉള്ളത്. ഇതിൽ നോക്കൂ, സിയാൻ ഞാൻ ഓഫ് ചെയ്താൽ സിയാൻ മൊത്തം പോകുന്നുണ്ട്. എന്നാൽ ഞാൻ ബ്ലാക്ക് ഓഫ് ചെയ്താലോ, ബ്ലോക്ക് ഓഫ് ചെയ്താൽ അവിടെ ടെക്സ്റ്റ് വൈറ്റ് നിറത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് ഇല്ലാതെ ബാക്കി കളർ പ്രിൻ്റ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ മജന്തയും യെല്ലോയും ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ, സിയാൻ ഓഫ് ചെയ്തൊന്നുമില്ല. അപ്പോൾ സിയാൻ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് സിയാനും പ്രിൻ്റ് ആവുന്നുണ്ട്. ഇവിടെ എന്ത് പ്രിൻ്റ് ആവുന്നുണ്ട്, ഈ വൈറ്റ് പ്രിൻ്റ് ആവുകയല്ല, ആക്ച്വലി വൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് സിയാൻ പ്രിൻ്റ് ആവുകയാണ് ടെക്നിക്കലി നടക്കുന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി അതിലേക്കാണ് നമ്മുടെ ബ്ലാക്ക് ആശാൻ പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ 2 പ്രിൻറ്റ്, അതായത് വൈറ്റും വരും, വൈറ്റിന് മുകളിൽ ബ്ലാക്കും പ്രിൻറ്റ് വരും. അപ്പോൾ അങ്ങനെ വൈറ്റും ബ്ലാക്കും കൂടി പ്രിൻറ്റ് വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വൈറ്റിന് മുകളിലൂടെ ബ്ലാക്ക് പ്രിൻറ്റ് വരും. ഒന്ന് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ട്രോക്കൊക്കെ വന്ന പോലെ അല്ലെങ്കിൽ ഒരു നീങ്ങിയ പോലെ ടെക്സ്റ്റ് ആകെ പ്രശ്നമായി മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇതൊക്കെ പ്രിൻറ്റിലേക്ക് പോകുമ്പോൾ കളറാകുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി, വൈറ്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. ഒന്നുകൂടി പറയാം, ഫയലിൽ പ്രിൻറ്റ് പ്രിവ്യൂവിലേക്ക് പോകുന്നു. പ്രിൻ്റ് പ്രിവ്യൂവിലേക്ക് പോയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ഓഫ് ചെയ്യുന്നു. ബ്ലാക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ
ഈ ഏതെങ്കിലും കളർ കൊടുത്ത ബോക്സിൽ വൈറ്റ് നിറത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പണി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ബ്ലാക്ക് ഓഫ് ചെയ്താൽ ഇവിടെ ഒന്നും കാണരുത് എന്നുള്ളതാണ് ഐഡിയൽ. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട്, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ആ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു, വിൻഡോയിൽ പ്രോപ്പർട്ടീസിൽ പോകുന്നു. അവിടെ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, നമ്മൾ കളർ ഇവിടെയാണ് സിയാൻ കൊടുത്തത്. അപ്പോൾ അതിന് താഴെ വന്നാൽ നമുക്ക് സിയാൻ വേണമെങ്കിൽ 50% ആക്കാം. എത്ര ശതമാനം ആക്കാമെന്നൊക്കെ നമുക്ക് അവിടെ കളർ കൊടുക്കാം. 100 കൊടുക്കുന്നു. അവിടെ ഓവർ പ്രിൻറ്റിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഓവർ പ്രിൻറ്റിങ്. ഈ ഓവർ പ്രിൻറ്റിങ് നോക്കൗട്ട് മാറ്റിയിട്ട് ഓവർ പ്രിൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫയലിൽ പ്രിൻ്റ് പ്രീ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ കണ്ടോ, സിയാൻ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ, ബ്ലാക്ക് ഞാൻ ഓൺ ആക്കി. ബ്ലാക്ക് ഓൺ ആക്കിയപ്പോൾ എനിക്ക് ബ്ലാക്കിൽ കാണുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് ഓഫ് ചെയ്തപ്പോൾ എന്താണ്, സിയാൻ മാത്രം, അവിടെ സിയാൻ മാത്രമേ പ്രിൻ്റ് ആവുന്നുള്ളൂ. പിന്നീട് ബ്ലാക്ക് വരുമ്പോൾ ബ്ലാക്ക് മാത്രമേ മുകളിൽ പ്രിൻ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, ആ വൈറ്റിന് നമുക്ക് ബ്ലാക്ക് വന്നിട്ട് ബാക്കിൽ വൈറ്റ് എടുത്ത് കാണുന്നൊരവസ്ഥ വരില്ല. അപ്പോൾ ഇങ്ങനെ ഓവർ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അവിടെ പ്രധാനപ്പെട്ട സാധനം. അത് ചെക്ക് ചെയ്യാനുള്ള സംഗതിയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കളറും ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ടെസ്റ്റ് അടിച്ച് നോക്കാൻ വേണ്ടി പറ്റും, ഏതൊക്കെ കളറാണ് ഏതിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്, അതിനുള്ള പരിഹാരമാണിത്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് വേറൊരു ബോക്സിൻ്റെ മുകളിലാണ്, കളർ ബോക്സിലാണെങ്കിൽ നമ്മൾ ഓവർ പ്രിൻറ്റിങ് എന്ത് ചെയ്യണം, ഓവർ പ്രിൻ്റാക്കി നോക്കൗട്ട് മാറ്റി ഓവർ പ്രിൻ്റാക്കി ഇടേണ്ടതുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഡിസൈനിങ് മേഖലയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ പബ്ലിക്കേഷൻ മേഖലയിലെ ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ 10-15 വീഡിയോളം ആയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ 1-2 വീഡിയോസൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.